പരാജയത്തെ ഭാഗ്യമാക്കി മാറ്റാനുള്ള 3 വഴികളാണ്. ഞാൻ പരാജയപ്പെട്ടു എന്ന് പറയുന്നതിന് പകരം ഞാൻ ഒരു പുതിയ പാഠം പഠിച്ചു എന്ന് പറയുക. പരാജയം എന്നത് ഭാഗ്യത്തിന്റെ ഒരു റിഹേഴ്സൽ ആണെന്ന് പറയുന്നു. അദ്ദേഹം കൃത്യം 1 വർഷം കഴിയുമ്പോൾ അദ്ദേഹം തീരുമാനിച്ചിരുന്നത് 1 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇതിൽ ഫെയിലിയർ ആയാൽ ഉറപ്പായിട്ട് ഈ ദിവസം ഞാൻ ആത്മഹത്യ ചെയ്യും. പരാജയം നിങ്ങളെ തടയാനല്ല, മറിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു വഴി ഒന്നുകൂടി പരിഷ്കരിക്കാനാണ് വരുന്നത്. നമ്മുടെ കഴിവിന്റെ മനുഷ്യന്റെ കഴിവിന്റെ 10% പോലും യഥാർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നാണ്. ദിസ് വീഡിയോ ഈസ് പവേർഡ് ബൈ വെഡിമിക്സ്. ടോംജി നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത ഈ വില്യം ജെയിംസ് ആരായിരുന്നു? അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഓക്കെ, എന്തായിരുന്നു ആ കഥയുടെ? ശരിയാണ്. വില്യം ജെയിംസിനെ കുറിച്ച് പറഞ്ഞ കഥ പൂർത്തിയാക്കേണ്ടത് വളരെ ആകാംക്ഷാഭരിതമായിട്ടുള്ള ഒരു ജീവിതമാണ് വില്യം ജെയിംസിൻ്റെത്. ഞാൻ പറഞ്ഞിരുന്നത് പഠിക്കാൻ മിടുക്കനായിരുന്ന വില്യം ജെയിംസ് മാനസികമായി ഒരുപാട് തകർച്ചയെ തുടർന്ന് അദ്ദേഹം സമ്പന്നമായ ഫാമിലിയിൽ നിന്ന് നാടുവിട്ട് ഒരു സംഘത്തോടൊപ്പം ആമസോൺ കാട്ടിലേക്ക് പോയ ഒരു സാർത്ഥവാഹ സംഘത്തോടൊപ്പം ട്രാവലേഴ്സിന്റെ കൂടെ അദ്ദേഹം പോവുകയും വഴിയിൽ വെച്ച് അദ്ദേഹത്തിന് വസൂരി പിടിക്കുകയും അദ്ദേഹം മൃതപ്രായനായി മാറുകയും ഇയാളെ ഉപേക്ഷിച്ചു പോവുകയും ആരുടെയോ സഹായത്തോടെ അയാൾ വീട്ടിലേക്ക് തിരിച്ചെത്തുകയും ഫാദർ ഇയാളെ കൊണ്ടുവരികയും ചെയ്തു. പക്ഷെ ഫാദർ അയാള് ചീത്തയൊന്നും പോലെ വിളിച്ചില്ല. ചികിത്സ ചെയ്ത് സുഖം പ്രാപിച്ച ശേഷം അദ്ദേഹത്തെ ഒരു വലിയ കോളേജിൽ ചേർത്തു, പുതിയൊരു കോഴ്സിൽ പഠിക്കാൻ ചേർത്തപ്പോഴും അദ്ദേഹം ഹോസ്റ്റലിൽ വെച്ചിട്ട് അദ്ദേഹം തിരിച്ചറിഞ്ഞു താൻ ഒരു തികഞ്ഞ പരാജയമാണ്, ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധത്തിൽ തന്റെ ജീവിതം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലായി അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു ഒരു രാത്രി. ആ വില്യം ജെയിംസ് പിന്നീട് ആരായിത്തീർന്നു എന്ന ചോദ്യമായിരുന്നു ഞാൻ ചോദിച്ചിരുന്നത്. അതിനു മുമ്പ് അദ്ദേഹം ആ രാത്രി അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പുസ്തകം ലഭിക്കുകയാണ്. ആ പുസ്തകം എഴുതിയ ചാൾസ് സാൻഡേഴ്സ് പേഴ്സ് എന്ന് പറഞ്ഞ ലോകപ്രശസ്തനായിട്ടുള്ള തത്വചിന്തകനാണ്. അദ്ദേഹത്തിന്റെ തത്വചിന്ത പറഞ്ഞാൽ പ്രാഗ്മാറ്റിസം എന്ന ഒരു ചിന്താ പദ്ധതി അദ്ദേഹം മുന്നോട്ട് വെച്ചതാണ്. ആ ഒരു ചിന്താ ശൈലിയാണ് പ്രാഗ്മാറ്റിസം എന്ന് പറയുന്നത്. അപ്പൊ ആധുനിക തത്വചിന്തയിൽ അധിഷ്ഠിതമായ ഒരു ചിന്തയാണ്. ആ പുസ്തകമാണ് അദ്ദേഹത്തെ മാറ്റിമറിച്ചത്. ആ പുസ്തകം വായിച്ചപ്പോൾ ആ പുസ്തകം മുന്നോട്ട് വെച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവ്, ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മുടെ കഴിവ് എത്രത്തോളം ഉണ്ടെന്നും അതിൽ ഈ ചാൾസ് പേഴ്സൺ അദ്ദേഹത്തിന്റെ ഒരു സാൻഡേഴ്സ് പേഴ്സൺ ഒരു അനുഭവം പറയുന്നുണ്ട്. അദ്ദേഹം ഇതേപോലെ മരിക്കാൻ തീരുമാനിച്ച ഒരു സമയത്ത് മരിക്കാനുള്ള ആ ദിവസം അദ്ദേഹം എക്സ്റ്റെൻഡ് ചെയ്തു. പകരം അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം 1 വർഷത്തെ സമയം എടുത്തിട്ട് ഈ 1 വർഷം കൊണ്ട് എനിക്കിങ്ങനെ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, ആ ചെയ്തു തീർത്ത ശേഷം ഞാൻ അതിൽ ഫെയിലിയർ ആയാൽ ഞാൻ മരിക്കും. ഇങ്ങനെയാണ് അദ്ദേഹം തീരുമാനിച്ചിരുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഭാഗ്യം വരുന്ന വഴികളിലെ ഇന്നത്തെ സബ്ജക്റ്റും അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പരാജയത്തിന്റെ വഴികൾ, പരാജയത്തിന്റെ പാഠങ്ങൾ. എന്ത് പാഠങ്ങളാണ് പഠിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ ചാൾസ് സാൻഡേഴ്സൺ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം ഫെയിലിയേഴ്സ് എന്ത് പാഠങ്ങളാണ് പഠിക്കുന്നതെന്ന് എന്ന് അറിയാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ആത്മഹത്യ മരണം നീട്ടിവെച്ചു എന്നാണ്. അപ്പൊ അതേപോലെ അദ്ദേഹം പിന്നെ മരിച്ചില്ല. അതേപോലെ വില്യം എന്താണ് തീരുമാനിച്ചെന്ന് വെച്ചാല് ഇതൊന്നും ഏതായാലും ഒരു കാര്യം ചെയ്യാം, എന്നാ പിന്നെ ഈ ചാൾസ് സാൻഡേഴ്സ് പറഞ്ഞ പോലെ എന്റെ മരണം ഒന്ന് നീട്ടിവെക്കാം, എന്റെ ഒരു ലക്ഷ്യങ്ങൾ തീരുമാനിക്കാം. അപ്പൊ അദ്ദേഹത്തിന്റെ 1 വർഷത്തേക്കുള്ള ലക്ഷ്യങ്ങൾ തീരുമാനിച്ചു, പഠിക്കാനുള്ള വിഷയങ്ങൾ, അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടും വർക്ക് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. കഠിനമായി, ഒരു ഭാഗ്യശാലിയെ പോലെ കഠിനമായി ജോലി ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. സംഭവിച്ചെന്തെന്നറിയോ? അദ്ദേഹം കൃത്യം 1 വർഷം കഴിയുമ്പോൾ അദ്ദേഹം തീരുമാനിച്ചിരുന്നത് 1 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇതിൽ ഫെയിലിയർ ആയാൽ ഉറപ്പായിട്ട് ഈ ദിവസം ഞാൻ ആത്മഹത്യ ചെയ്യും. അതായത് ആത്മഹത്യയും ചെയ്യും, കാരണം അതിനുവേണ്ടി തയ്യാറായ ഒരാളാണല്ലോ. സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഈ 1 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തില്ല എന്ന് മാത്രമല്ല, സെൽഫ് ലേണിംഗ്, പഠനത്തിന്റെ ആഴങ്ങളിലേക്ക് പോയി പിന്നീട് വില്യം ജെയിംസ് ആരാ മാറിയെന്ന് ഊഹിക്കാൻ കഴിയുമോ? ഇല്ല. അദ്ദേഹം പ്രൊഫസറായി. അദ്ദേഹമാണ് ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ്, അമേരിക്കൻ സൈക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. അമേരിക്കൻ ആധുനിക മനഃശാസ്ത്രത്തിന്റെ ലോകത്തിലെ ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു പ്രൊഫസർ വില്യം ജെയിംസ്. പഠിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കോളേജിൽ നിന്ന് മാറ്റിവെച്ച ആളാണ്. പരാജയത്തിൽ നിന്ന് അദ്ദേഹം പഠിച്ച പാഠങ്ങളാണ്. ആ പാഠങ്ങള് ഈ പുസ്തകം, ചാൾസ് സാൻഡേഴ്സ് പേഴ്സിന്റെ പുസ്തകമാണ് അദ്ദേഹത്തെ മാറ്റിമറിച്ചതെങ്കിൽ ആ തരത്തിൽ അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള വാക്കുകളുണ്ട്. നമ്മുടെ കഴിവിന്റെ മനുഷ്യന്റെ കഴിവിന്റെ 10% പോലും യഥാർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നാണ്. നമ്മുടെ കഴിവിന്റെ 10% പോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നാണ്
പ്രൊഫസർ വില്യം ജെയിംസിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള വാക്കുകൾ. ഇത് പാതഞ്ജലി മഹർഷി ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. പാതഞ്ജലി മഹർഷി മറ്റൊരു തരത്തിൽ പറഞ്ഞു, നിങ്ങൾ കരുതുന്നതിനേക്കാൾ വലിയ മനുഷ്യരാണ് നിങ്ങളെന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയുന്ന ഒരു ദിനം വരും എന്നാണ്. ചേട്ടാ, എനിക്കിത്രയൊക്കെ കഴിവുണ്ടായിരുന്നോ എന്ന് തിരിച്ചറിയുന്ന ഒരു ദിനമാണ്. അപ്പോൾ നമ്മൾ ഈ പേഴ്സ് അവതരിപ്പിച്ച പ്രാഗ്മാറ്റിസത്തിന്റെ അടിസ്ഥാനം തന്നെ ഒരു ആശയത്തിന്റെ അർത്ഥം അതിന്റെ പ്രായോഗിക ഫലങ്ങളിലാണ് എന്നാണ്. അതാണ് പ്രാഗ്മാറ്റിസത്തിന്റെ തന്നെ അർത്ഥം എന്ന് പറയുന്നത്. മിക്ക ആളുകളും പരാജയപ്പെടുമ്പോൾ എനിക്ക് ഭാഗ്യമില്ല, എനിക്കങ്ങ് വരില്ലെന്ന്, അത് നമുക്കൊന്നും പറഞ്ഞിട്ടില്ല എന്ന്, അല്ലെ സതീഷേ? ഒരുപാട് ആൾക്കാരെ നാട്ടുമ്പുറങ്ങളൊക്കെ അങ്ങനെ ധാരാളം കാണാറുണ്ട്. നാട്ടുമ്പുറങ്ങളല്ല, എല്ലായിടത്തും ഉണ്ട്. ഒതുങ്ങുകയാണ്, സ്വന്തം ഒതുങ്ങിക്കൂടെ, കറക്റ്റ് വേണം അത്. അപ്പൊ അങ്ങനെ പറഞ്ഞ് എനിക്ക് ഭാഗ്യമില്ല എന്ന് പറഞ്ഞ് പിന്മാറുകയും, എന്നാൽ പരാജയം എന്നത് ഭാഗ്യത്തിലേക്കുള്ള വഴിയിലെ ഒരു ചെക്ക് പോസ്റ്റ് മാത്രമാണെന്ന് അവർ അറിയുന്നില്ല. ഒരു ചെക്ക് പോസ്റ്റ് മാത്രമാണ്. അത് താൽക്കാലികമായി തടഞ്ഞു നിർത്തിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് സമയമാകുമ്പോൾ അത് ഉയരപ്പെടും. അവിടെ എത്തിയാൽ പരാജയം എന്നത് ഭാഗ്യത്തിന്റെ ഒരു റിഹേഴ്സൽ ആണെന്ന് പറയുന്നു. ഒരു റിഹേഴ്സൽ മാത്രമാണ്. വില്യംസിന്റെ ജീവിതം നോക്കുമ്പോഴും അത്തരത്തിലുള്ള മറ്റെല്ലാവരുടെയും ജീവിതം നോക്കുമ്പോഴും നമുക്കത് കാണാം. വിജയിച്ച ആളുകളുടെ ജീവിതം പരിശോധിച്ചാൽ അവർക്ക് ലഭിച്ച വലിയ ഭാഗ്യങ്ങളെല്ലാം ഏതെങ്കിലും വലിയ പരാജയത്തിന് തൊട്ടു പിന്നാലെയാണ് വരുന്നത്. ഞാൻ മുമ്പൊരു എപ്പിസോഡിൽ ഫിലാഡൽഫിയയിലെ കർഷകന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. അവിടെ കുഴിച്ചെടുത്ത രത്നങ്ങൾ കണ്ടുപിടിച്ചത് എല്ലാം ഈ പീഡിത വ്യവസായങ്ങൾ കണ്ടിട്ടില്ലേ? അതായത് അടച്ചുപൂട്ടപ്പെട്ട പല വ്യവസായശാലകളും ചില ആളുകൾ ചെറിയ വിലക്ക് അത് എടുക്കും, അല്ലെ? ഈ വിലക്ക് എടുത്തു കഴിഞ്ഞിട്ട് ഏറ്റെടുക്കൽ എന്ന് പറയില്ലേ? അങ്ങനെ ഏറ്റെടുക്കുന്ന ഇവിടെ ഒരു വലിയൊരു വിജയം എന്താണെന്ന് വെച്ചാൽ, ഈ പരാജയപ്പെട്ടു പോയവൻ ഒരുപാട് വഴികളിലൂടെ സഞ്ചരിച്ച് അയാള് വിജയത്തിന്റെ തൊട്ടടുത്തെത്തിയപ്പോഴാണ് അയാൾ അത് വിറ്റിട്ട് പോയത്. അപ്പം ഈ വാങ്ങുന്നവൻ എന്താ ചെയ്യുക? അവൻ ഈ സാധനം വാങ്ങിച്ച് വളരെ നിസ്സാരമായിട്ട് ചെറിയ എഫേർട്ടിൽ അവരങ്ങ് വിജയിക്കും. അപ്പൊ പറയും, എന്തുകൊണ്ടാണ് ഇത് വിജയിക്കാത്തെന്നുള്ള ഇത് ചകഞ്ഞ് പരിശോധിച്ചാൽ മതി. ഇവനറിയാം, ഇത് എടുത്തവനറിയാം. അവനത് അങ്ങനെ അങ്ങനെ ആളുകൾ ഏറ്റെടുക്കുന്ന ആളുകളുണ്ട്. ചെറിയ പൈസ, സതീഷിന്റെ വാക്ക് പറഞ്ഞാൽ ചെറിയ പൈസക്ക് ആ സാധനം ഞാൻ ഏറ്റെടുത്തു. അപ്പം മറ്റേയാളെല്ലാം പണിയും ചെയ്തു വെച്ചിരിക്കുക. ഈ നിർഭാഗ്യശാലി, ഭാഗ്യമില്ല എന്ന് പറഞ്ഞവൻ സകല പണിയും ചെയ്തിട്ട് അവന്റെ ജീവിതം സമർപ്പിച്ചിട്ട് അവൻ അവിടുന്ന് രക്ഷപ്പെട്ടു. മറ്റോ വന്നിട്ട് ഈ ഭാഗ്യശാലി എന്ത് പറയുന്നു, ഇവൻ അത് ചെറുതായിട്ട് വാങ്ങിച്ച് ചെറിയൊരു പരിപാടിക്ക് ചെന്ന് മോഡിഫൈ ചെയ്തപ്പോഴേക്കും സാധനം ഓക്കെ. ഇതാണ് അതെനിക്ക് തോന്നുന്നു റോബിൻ, ഇത് കാഴ്ചപ്പാടിന്റെ വ്യത്യാസം ഉണ്ടെന്നുള്ളത്. ഞാൻ ഇതുപോലത്തെ പല കാര്യങ്ങൾ ശ്രദ്ധിച്ചപ്പോ, ഒരാൾക്ക് അവൻ ഉണ്ടാക്കുന്ന സാധനം വളരെ ഏറ്റവും നല്ലതാണ്. പക്ഷെ മറ്റൊരാളുടെ കണ്ണിൽ, ഇപ്പൊ ഷാജന്റെ കണ്ണിലൂടെ നോക്കുമ്പോ എനിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ടാവും. അല്ലെങ്കിൽ ഷാജൻ എന്റെ ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഷാജന്റെ വ്യൂവും കൂടി വരുമ്പോൾ അതിനെ സക്സസിലേക്ക് എത്താൻ പറ്റും. അത് അലൈൻമെന്റ് എന്ന് പറയില്ല. അലൈൻ ചെയ്യുമ്പോൾ അത് രണ്ടുപേര് തമ്മിലുള്ള എഫേർട്ടിനെ, ഇപ്പൊ ഷാജി ജോൺ ഒരാശയമായിട്ട് വരുന്നു, സതീഷ് സജീവ് മറ്റൊരു ആശയമായിട്ട് വരുന്നു. ആ ആശയങ്ങൾ ഒരേപോലത്തെ ആശയങ്ങളാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സംഗമിക്കാവുന്ന ഒന്നാണെങ്കിൽ നിങ്ങളൊന്ന് അലൈൻ ചെയ്യുമ്പോൾ അതിന് കൂടുതൽ കരുത്ത് കൂടും, അതിന് സാധ്യതയും കൂടും. സക്സസിനെയാണല്ലോ നമ്മൾ ഇത് പറയുന്നത്, ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ കൂടിച്ചേരൽ വളരെ തീർച്ചയായിട്ടും ഉണ്ട്. ഈ പരാജയം നിങ്ങൾ പഠിക്കുന്ന പാഠങ്ങളെ കുറിച്ച് പറഞ്ഞാൽ, പരാജയം നിങ്ങളെ തടയാനല്ല, മറിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു വഴി ഒന്നുകൂടി പരിഷ്കരിക്കാനാണ് വരുന്നത്. അതിനുവേണ്ടിയിട്ടാണ് ഈ പരാജയങ്ങൾ വരുന്നത്. ഒബ്സ്റ്റക്കിൾസ് ആർ പവർ ജനറേറ്റേഴ്സ് എന്നാ പറയുക. തടസ്സങ്ങൾ ഊർജ്ജ ഉൽപാദകരാണ്. എന്ത് തടസ്സം വരുമ്പോഴും നമുക്കതിനെ ചാടി മറികടക്കാനുള്ള ഒരു ഇൻബിൽറ്റ് ആയിട്ടുള്ള ടെൻഡൻസി എപ്പോഴും മനുഷ്യന്റെ ഉള്ളിലുണ്ട്. ഒരു ഹഡിൽസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ മുകളിൽ കൂടെ ഒന്ന് പുറകോട്ട് വന്നിട്ട് അതിനെ ഒന്ന് ഓവർകം ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ കൂടുതൽ എനർജി വരും. അപ്പൊ നമുക്ക് ആ എനർജിയിലൂടെ നമ്മൾ സംഭരിച്ചിരിക്കുന്ന നമ്മുടെ ശക്തി നമുക്ക് ഒന്നുകൂടെ വെളിവാക്കി കിട്ടുകയാണ്. മനസ്സിലായില്ലേ? അപ്പം പരാജയം അത് നിങ്ങളെ താഴേക്ക് തള്ളാനല്ല, ഉയരങ്ങളിലേക്ക് എത്തിക്കാനാണ് വരുന്നത്. പരാജയം അതിനാ വരുന്നത്. അതാണ് അത് നൽകുന്ന പാഠം, ഭാഗ്യശാലികളെ പഠിപ്പിക്കുന്ന പാഠം. ഫെയിലിയർ വേഴ്സസ് ഫീഡ്ബാക്ക് നോക്കാം. ആധുനിക മനഃശാസ്ത്രത്തിൽ ഇതിനെ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് എന്നാണ് വിളിക്കുന്നത്. മനുഷ്യനെ ഒരു സിസ്റ്റം എന്ന നിലയ്ക്ക് കാണുന്ന ഒരു സമീപനമാണ് ഈ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. മനുഷ്യനെ ഒരു സിസ്റ്റമായിട്ട് കാണുക. പരാജയം നിങ്ങൾക്ക് നൽകുന്ന വിലപ്പെട്ട വിവരങ്ങളാണ്. ഏത് തന്ത്രമാണ് പരാജയപ്പെട്ടത്, പരാജയം നിങ്ങൾക്ക് എന്തെല്ലാം വിലപ്പെട്ട വിവരങ്ങളാണ് തന്നതെന്നാണ് പരിശോധിക്കുന്നത്, ഈ സിസ്റ്റം പരിശോധിക്കുന്നത്. ഏത് തന്ത്രമാണ് പരാജയപ്പെട്ടത്, ഏത് രീതിയിലാണ് മാറ്റം വരുത്തേണ്ടത് എന്ന് പരാജയം നിങ്ങളെ പഠിപ്പിക്കുന്നു. ഇതാണ് നമുക്ക് എന്തെങ്കിലും ഒരു ദുര്യോഗം ഉണ്ടാകുമ്പോൾ, ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ, ഒരു കമ്പനിയിലാവട്ടെ ജീവിതത്തിലാവട്ടെ, അത് എങ്ങനെയാണ് അത് മാറ്റേണ്ടത് നമ്മളെ പഠിപ്പിക്കാൻ ചൂണ്ടുവലയായിട്ട് വരികയാണ്. നമ്മൾക്ക് അത് പറയുമ്പോഴും ഫിലോസഫിക്കലായിട്ടോ അല്ലെങ്കിൽ തിയറിറ്റിക്കലായിട്ടോ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് പറയാനൊക്കെ എളുപ്പമാണ്. പരാജയപ്പെടുമ്പോഴല്ലേ നമുക്കതിന്റെ കാര്യം മനസ്സിലാവുകയുള്ളൂ എന്ന് പറയും.
ഭാഗ്യശാലി ഒരിക്കലും വൈകാരികമായി ഇതിനെ കാണില്ല. അവനതിനെ വളരെ എന്താ പറയാ പ്രായോഗിക തലത്തിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് തിങ്ക് ചെയ്യും. സിസ്റ്റം തിങ്കിങ് അങ്ങനെയാണ് അവൻ കാണുക. ഇതിന്റെ ഒരു വലിയ ഉദാഹരണമാണല്ലോ ഇപ്പൊ ഈ കോവിഡ് വന്നതിന് ശേഷം എല്ലാ മേഖലയും പരാജയപ്പെട്ടു, അല്ലെങ്കിൽ പല മാറ്റങ്ങളും ഉണ്ടായല്ലോ. ABC ഒരു കാലം എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്താണ് ശരിക്കും ABC ഏറ്റവും കൂടുതൽ വളർച്ച ഉണ്ടായത്. ആ ഒരു പരാജയത്തിൽ നിന്ന് എല്ലാവരും വീട്ടിലേക്ക് വന്ന് നമ്മുടെ സ്റ്റുഡിയോ കടന്നു കിടന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ പല സ്റ്റുഡിയോകളും ഇവിടെ ഈ ഇരിക്കുന്ന സ്റ്റുഡിയോ ഒക്കെ ആരംഭിച്ചത് ആ സമയത്താണ്. അതിനുശേഷം ബാക്ക് ടു ബാക്ക് പ്രോഗ്രാംസ് ചെയ്തു തുടങ്ങി. എത്ര സൂപ്പർ സ്റ്റാറുകളാണ് ഇപ്പൊ ബാക്കി പല ചാനലുകളിൽ ഇരിക്കുന്ന പല ആൾക്കാരും ABC നിന്ന് വന്ന് ആ സമയം ഉപയോഗപ്പെടുത്തി ഇത് കയറിയതാണ്. അപ്പൊ പരാജയത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്, ഒരു സാധ്യതയെ നമ്മൾ കാണുക എന്നുള്ളത്. അപ്പൊ ഞാൻ ഫോറിൻ ക്ലബ്ബ് തുടങ്ങിയത് കോവിഡിന്റെ സമയത്തല്ലേ. 26 രാജ്യങ്ങളിൽ 16,000 മെമ്പർമാരായിട്ട് അതിനെ പരിണമിച്ചു. അപ്പോൾ അടച്ചുപൂട്ടിയിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ മറ്റൊരു അവസ്ഥയിലേക്ക് അതിനെ കൊണ്ടുപോയി എന്നുള്ള. ഇപ്പൊ ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ ഇത്തരത്തിലുള്ള ഈ പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ അതിന് പഠിക്കുന്ന പാഠങ്ങളെ കുറിച്ച് പറയുമ്പോൾ വിമാനങ്ങളുടെ അപകടം ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഫ്ലൈറ്റ് ആക്സിഡന്റ് നടക്കുമ്പോൾ ബ്ലാക്ക് ബോക്സിൽ നിന്ന് എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുകയും ആ ഫ്ലൈറ്റിൽ അത് മാറ്റുകയല്ല ചെയ്യുന്നത്. പകരം ലോകത്ത് എല്ലാ എയർലൈൻ കമ്പനികളെയും വിവരം അറിയിച്ചിട്ട് അവരുടെ എല്ലാ സിസ്റ്റത്തിൽ ഈ തകരാറ് മാറ്റും. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന എയർലൈൻ ഇൻഡസ്ട്രി ഇത്രയും വികാസം പ്രാപിച്ചത്. അപ്പൊ ഈ രീതിയിൽ ലഭിച്ച വിവരങ്ങൾ വിശകലനം ചെയ്ത് വേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഈ ഭാഗ്യശാലികൾ, ലക്കുള്ള ആളുകൾ മുന്നോട്ട് പോകുന്നത്. ഭാഗ്യമുള്ളവർ പരാജയത്തെ ഒരു ഫുൾ സ്റ്റോപ്പ് ആയി കാണുന്നില്ല, പകരം ഒരു കോമ ആയി കണ്ട് അടുത്ത ചൂടിനായിട്ട് അവർ വെക്കും. അത് ഫുൾ സ്റ്റോപ്പ് അല്ല, ഉള്ള ഒരു കോമ മാത്രമാണ്. അപ്പോൾ മാനസികമായി കരുത്ത് നേടുന്നവരെങ്ങനെയാണ്? പരാജയങ്ങളെ അതിജീവിക്കുന്ന ഓരോ തവണയും നിങ്ങളുടെ മാനസികാരോഗ്യം വർദ്ധിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്, അതിനെ അതിജീവിക്കുന്ന ഓരോ തവണയും. അപ്പോൾ എന്തായിരുന്നിരിക്കാം എബ്രഹാം ലിങ്കന്റെ, അബ്ദുൽ കലാമിന്റെ ഒക്കെ മാനസികാരോഗ്യം എന്ന് പറയുന്നത്? ഓരോ അത്തരത്തിലുള്ള മനുഷ്യരുടെ ഒക്കെ ഇന്ദ്രൻസിന്റെ എത്രയെത്ര മനുഷ്യർ, നമ്മുടെ എല്ലാ സൂപ്പർ സ്റ്റാറുകളും എല്ലാവരും എന്തെല്ലാം. അപ്പൊ നമ്മൾ ബ്ലസി എന്ന് പറഞ്ഞ സംവിധായകൻ അറിയാലോ, ബ്ലസി പരിചയമുണ്ടല്ലോ. ബ്ലസിയൊക്കെ ശരിക്കും പറഞ്ഞാൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വളരെ പത്മനാഭന്റെ കൂടെ വർക്ക് ചെയ്യുന്ന, ജീവിതം തന്നെ സിനിമയിൽ നിന്നും മാറി നിന്ന ഒരാളാണ് അല്ലെ. സാധാരണക്കാരായി തിരുവല്ലയിലുള്ള നിങ്ങൾക്ക് അറിയാം, ഷാജിയുടെ ഏകദേശം നാട്ടുകാരനാണ്. അപ്പൊ അദ്ദേഹം പക്ഷെ പിന്നീട് മമ്മൂട്ടിയുടെ സഹായത്തോടെ ഒരു തിരക്കഥ എഴുതി, ആ തിരക്കഥയിൽ മമ്മൂട്ടി അഭിനയിച്ച് അല്ലെ, ആ സിനിമ വലിയൊരു ഹിറ്റായി മാറി. ഇന്നും ബ്ലസി ഇന്ത്യയിൽ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട സംവിധായകരിൽ ഒരാളാണ് അല്ലെ. അപ്പൊ അവര് ആ തരത്തിൽ ഓരോ തവണയും അവരുടെ മാനസികാരോഗ്യം അവർ വർദ്ധിപ്പിച്ചുകൊണ്ട് എല്ലാ രംഗത്തും ഇത്തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാം. എം. എ. യൂസഫിലെ നോക്കിയാലും ബ്ലസിയെ നോക്കിയാലും സമാനമായ സക്സസ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇതേ കഥയുണ്ടാവും. അത് സതീഷ് സജീവിന്റെ ആണെങ്കിലും ഷാജി ജോണിന്റെ ജീവിതത്തിലായാലും എന്റെ റോബിൻ തിരുമലയുടെ ജീവിതത്തിലായാലും ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് കാണുക എന്ന് പറയുന്നത്. അപ്പം പരാജയം നേരിട്ടിട്ടില്ലാത്ത ഒരാൾക്കൊരു വലിയ ഭാഗ്യം വന്നാൽ അത് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതൊരു വലിയ കാര്യമാണ്. പരാജയങ്ങളുടെ നേടുന്ന മാനസിക കരുത്താണ് ഇതിന് കാരണം. അവർക്ക് ഇത് കൈകാര്യം ചെയ്യാൻ കഴിയും. പരാജയങ്ങളെ ഒരു സക്സസ് വന്നാൽ അത് നേരിട്ടിട്ടില്ലാത്ത ഒരാൾക്ക് ഒരു വലിയ ഭാഗ്യം വന്നത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. മറ്റവർക്ക് അത് കഴിയും, കാരണം അതിന് കരുത്ത് നേടിയിട്ടുണ്ട് അവർ. പരാജയങ്ങൾ നിങ്ങളെ പക്വതയുള്ളവരാക്കുന്നു. ഈ പക്വതയാണ് പിന്നീട് വലിയ വിജയങ്ങളെ, ഭാഗ്യങ്ങളെ നിലനിർത്താൻ സഹായിക്കുന്നത്. ഇതാണ് ഭാഗ്യം എന്ന് വിളിക്കുന്നത്. റീഫ്രെയിമിംഗ് എന്ന് പറയും. കാഴ്ചപ്പാട് മാറ്റുക. ഞാൻ പരാജയപ്പെട്ടു എന്ന് പറയുന്നതിന് പകരം ഞാൻ ഒരു പുതിയ പാഠം പഠിച്ചു എന്ന് പറയുക. ഒരു കുഴപ്പമില്ലടാ, നിനക്കത് ഫെയിലിയർ ആയാലും കുഴപ്പമൊന്നുമില്ല, നീ പരാജയപ്പെട്ടു എന്ന് വിചാരിക്കണം, നീ ഒരു പുതിയ കാര്യം പഠിച്ചു എന്ന് വിചാരിച്ചാൽ മതി എന്ന് വിവരമുള്ളവർ പറയും അല്ലെ, ഗുരുക്കന്മാർ പറയും. പരാജയത്തെ ഭാഗ്യമാക്കി മാറ്റാനുള്ള 3 വഴികളാണ്. വിശകലനം ചെയ്യുക, വികാരപരമായി തകരാതെ യുക്തിപരമായി എവിടെ വെച്ചാണ് പിഴച്ചത് എന്ന് നോക്കുക. അതാണ് സിസ്റ്റം തിങ്കിങ് എന്ന് പറയുന്നത്. വികാരപരമായി നോക്കാതെ തന്നെ എവിടെ വെച്ച് പിഴച്ചു എന്ന് പരിശോധിക്കുക, ഉത്തരവാദിത്വം ഏറ്റെടുക്കുക, ഭാഗ്യമില്ലായ്മയെ കുറ്റപ്പെടുത്താതെ തന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ 100% തിരുത്താനുള്ള ശ്രമം നടത്തുക. ഞാൻ പരാജയപ്പെട്ടതല്ല, പ്രവർത്തിക്കാതെ 10,000 വഴികൾ ഞാൻ കണ്ടെത്തി എന്ന് തോമസ് ആൽവ എഡിസൺ പറഞ്ഞതുപോലെ ഞാൻ പരാജയപ്പെട്ടല്ല, അത് പരാജയപ്പെടാനുള്ള 10,000 വഴികൾ ഞാൻ കണ്ടെത്തി എന്ന് മാത്രമാണ്. വീണ്ടും വീണ്ടും ശ്രമിക്കുക എന്ന മനോഭാവമാണ് ഭാഗ്യത്തെ നിർമ്മിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിന്റെ സാരം, ഭാഗ്യം എന്നത് ഒരിക്കലും പരാജയപ്പെടാത്തവനല്ല, മറിച്ച് ഓരോ പരാജയത്തിൽ നിന്നും കൂടുതൽ കൂടുതൽ കരുത്തോടെ തിരിച്ചു വരുന്നവനെയാണ് തുണയ്ക്കുന്നത്. പരാജയമാകുന്നത് നിങ്ങൾ ശ്രമം നിർത്തുമ്പോൾ മാത്രമാണ്.
അപ്പോഴാണ് ഭാഗ്യം ഇല്ലാതാവുന്നത്. ശ്രമം നിർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗ്യം ഇല്ലാതായി അവൻ തിരിച്ചു വരും. ഈ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നവൻ എന്തെങ്കിലും ഗ്രേറ്റ് കംബാക്സ്, ലോകത്തിലുള്ള എല്ലാ ഗ്രേറ്റ് കംബാക്സ് നോക്കിക്കോളൂ, ഈ ശ്രമം ഉണ്ടാവും. രാഷ്ട്ര തലവന്മാർ തിരിച്ചു വരുന്നത് ഒക്കെ ഇപ്പതാ എത്ര 10-20 വർഷം മുമ്പ് പോയ ആളാണ് ബംഗ്ലാദേശിൽ ഇപ്പൊ പുതിയ പ്രധാനമന്ത്രിയായിട്ട് തിരിച്ചു വന്നത് അല്ലെ. 20 വർഷത്തെ ശ്രമം, എത്ര വർഷത്തെ ശ്രമം വിദേശത്ത് ഇരുന്നുകൊണ്ടാണ്. അപ്പൊ അത് ഞാൻ പറയുന്നത് ഇതെല്ലാ സ്ഥലങ്ങളിലും ഈ കാര്യങ്ങൾ കാണാം എന്ന് പറയും. ഇനി നമുക്ക് ഭാഗ്യത്തിനെ കുറിച്ച് പറയുമ്പോൾ ശീലങ്ങളും അച്ചടക്കത്തെ കുറിച്ചാണ് അടുത്ത ഡിവിഷൻ നമ്മൾ കടക്കുന്നത്. ഹാബിറ്റ്സ് ആൻഡ് ഡിസിപ്ലിൻ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നാണ്. നിങ്ങളുടെ ശീലങ്ങളാണ് നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത്. ഒരു വ്യക്തി എത്രത്തോളം ഭാഗ്യവാനായിരിക്കും എന്നത് അയാളുടെ ദിനചര്യകൾ നോക്കി മുൻകൂട്ടി പറയാൻ കഴിയുമെന്ന് പഠനങ്ങൾ പറയുന്നു. ഇപ്പൊ സജീവ് എത്രത്തോളം ലക്കുള്ള ആളാണ്, ഷാജി എത്രത്തോളം ലക്കുള്ള ആളാണെന്ന് നിങ്ങളുടെ ദിനചര്യ നോക്കി പറയാൻ പറ്റും. അതാണ് പറയുന്നത്. ഭാഗ്യം ഒരു ശീലമാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഹാബിറ്റ് എന്ന് പറയാൻ എന്താ കാരണം? ഭാഗ്യം എന്നത് ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു മാന്ത്രിക വിദ്യയല്ല, അതൊരു മാരത്തൺ ഓട്ടം പോലെയാണ്. അത് കൂട്ടമായിട്ട് ഇങ്ങനെ പുറകെ നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്, ഒരു ശീലമാണ്. എന്നൊരു കണ്ടിന്യൂറ്റി ഉണ്ട് അതിന്. അച്ചടക്കമുള്ള ഒരു ജീവിതശൈലി നയിക്കുന്നവർക്ക് മുന്നിൽ ഭാഗ്യം പലതവണ ആവർത്തിച്ചു വരുന്നു. അച്ചടക്ക ശൈലിയുള്ള ജീവിതം ഭാഗ്യം ഒരു തവണയല്ല, പലതവണ ആവർത്തിച്ചു വരുന്നു. ആദ്യം ശീലങ്ങളെ ഉണ്ടാക്കുന്നു, പിന്നീട് ശീലങ്ങൾ നമ്മെ ഉണ്ടാക്കുന്നു. ഭാഗ്യത്തിന്റെ കാര്യത്തിലും ഇത് സത്യമാണ്. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അച്ചടക്കമുണ്ട്. ഭാഗ്യത്തിന്റെ കാവൽക്കാരനാണ് അച്ചടക്കം. ഭാഗ്യം നിങ്ങളെ തേടി വന്നാക്കാം, എന്നാൽ അതിനെ നിലനിർത്താൻ അച്ചടക്കം വേണം, അതിനുള്ള നോളജും വേണം. ആ നോളജ് ഇല്ലെങ്കിലാണ് സമ്പത്ത് വന്നാൽ അത് നഷ്ടപ്പെടാനുള്ള കാരണം ഉണ്ടാവുന്നത്. ഭാഗ്യം കൊണ്ട് സമ്പത്ത് ഉണ്ടായെന്ന് പറയുമ്പോഴും നിലനിർത്താൻ നോളജ് ഇല്ലെങ്കിൽ അത് പോയി എന്നാണ്. അച്ചടക്കവും രണ്ടും വേണം. അച്ചടക്കമില്ലാത്ത ഒരാൾക്ക് വലിയൊരു തുക ലോട്ടറി അടിച്ചാൽ പോലും അയാൾ പെട്ടെന്ന് അത് നഷ്ടപ്പെടുത്തുമെന്ന് നമുക്കറിയാം. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മളത് കണ്ടിട്ടുമുണ്ട്. അപ്പം നേരെ മറിച്ച് അച്ചടക്കമുള്ള ഒരാൾക്ക് ലഭിക്കുന്ന ചെറിയൊരു അവസരം പോലും അയാൾ വലിയൊരു സാമ്രാജ്യമാക്കി മാറ്റും. ഇവിടെ ഡിസിപ്ലിൻ എന്നത് ഭാഗ്യത്തെ സംരക്ഷിക്കുന്ന ഒരു കവചമാണ്. ഈ അനുഭവം ഇവിടെ ഡിസിപ്ലിനാണ്, ഭാഗ്യത്തെ സംരക്ഷിക്കുന്ന ഒരു കവചമാണ്. ചെറിയ ഒരു അവസരം പോലും അയാളുടേതായ ഒരു വലിയ സാമ്രാജ്യമാക്കി ഇത് മാറ്റും. സജീവ് അതിനൊരു വലിയ ഉദാഹരണമാണ്. ഞാൻ സജീവിന്റെ കഥ ഞാനൊരു ദിവസം ഇങ്ങനെ കേട്ടപ്പം ഇയാൾ പല ജോലികളും ചെയ്തിട്ട് 2-3 ജോലികൾ ചെയ്തു. ആ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇയാൾ സ്വന്തമായിട്ട് അഡ്വർടൈസിംഗ് രംഗത്തേക്ക് പ്രവേശിച്ചപ്പോൾ ആ അഡ്വർടൈസിംഗ് രംഗത്ത് റെയിൽവേയുമായി ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റെയിൽവേയുമായിട്ട് ഒരു ഡിസ്പ്യൂട്ട് വന്നു. ആ ഡിസ്പ്യൂട്ട് വന്നിട്ട് കേസ് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. കൂടെ ഇയാളുടെ കുറച്ച് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ആ കേസ് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായി. അത്ഭുതം എന്ന് പറയട്ടെ, നമുക്ക് അത്ഭുതം എന്നല്ല എന്ന് പറയേണ്ടത്, ന്യായം ഇയാളുടെ ഭാഗത്തായതുകൊണ്ട് സജീവ് ആ കേസിൽ ജയിച്ചു. നല്ല ഒരു തുക. ആ സമയത്ത് ഒരുപക്ഷെ ഒരാൾക്കും ഭാഗ്യവാന് കിട്ടുന്ന പോലെ, ലോട്ടറി അടിച്ച പോലെ ഒരു തുകയാണ് ഇയാൾക്ക് കിട്ടുന്നത്. വലിയൊരു തുക, അത് കോടിക്ക് മുകളിലുള്ള തുകയാണ് കിട്ടുന്നത്. പക്ഷെ ഇദ്ദേഹം, അതും വൈറ്റ് മണി, ഇദ്ദേഹം എന്താ ചെയ്തത്? ആ പണം കൃത്യമായി നോളജുള്ള ആളാണ്, അതിനെ നിലനിർത്താൻ കൃത്യമായി ധാരണയുള്ള ആളെന്ന നിലയ്ക്ക് ഇദ്ദേഹം അത് ഇൻവെസ്റ്റ്മെന്റ് പാർട്ടായിട്ട് ചെറിയ തോതിൽ ഒന്നും അനാമത്തായിട്ട് കളയാതെ, ഒരു പൈസ പോലും കളയാതെ, അങ്ങനെ ഒരു സാധനത്തെ തൊടാതെ അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. ആ ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്നാണ് ഇദ്ദേഹത്തിന്റെ ജീവിതം ഉണ്ടായത്. അദ്ദേഹം ഇപ്പോൾ അതിന്റെ മുകളിൽ പല സ്ഥലങ്ങളിൽ നിന്ന് നല്ല വില കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ വരുന്നുണ്ട്. അദ്ദേഹം ഈ ഒരു നോളജ് വെച്ചു. അത് ഞാൻ എപ്പോഴും പറയുന്നത്, സതീഷ് സജീവ് ഒരു നല്ല ബിസിനസ് രംഗത്ത്, ഒരു മാർക്കറ്റിംഗ് രംഗത്ത് അദ്ദേഹം ഇപ്പം വലിയൊരു ആളായിക്കൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷെ വലിയ ഫ്യൂച്ചറുള്ള ഒരാളായിട്ടാണ് സജീവിനെ ഞാൻ കാണുന്നത്. ഷാജി ഓഫ് കോഴ്സ് ഇതേപോലെ തന്നെ, ഷാജിയെ ജോൺ പിന്നെ ഒരേ ടെക്നോക്രാറ്റ് എന്ന നിലയ്ക്ക്, നിങ്ങൾ സിനിമ സംവിധാനം എന്ന നിലയ്ക്ക് നിങ്ങൾ അതിൽ തന്നെ നിൽക്കുന്നത് അല്ലേ? അതിനിടയ്ക്ക് നിങ്ങൾക്ക് പരാജയം ഉണ്ടെങ്കിൽ ആദ്യത്തെ സിനിമ ഇനി ഇറങ്ങാൻ പോകുന്നുള്ളെങ്കിലും നിങ്ങൾ ബാക്ക് ടു ബാക്ക് നിങ്ങൾ ഡോക്യുമെന്ററികൾ ചെയ്തുകൊണ്ട് ഫെസ്റ്റിവലുകളിൽ നിന്നും ഫെസ്റ്റിവലിലേക്ക് യാത്ര ചെയ്യുന്നു അല്ലെ? അംഗീകാരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഭാഗ്യം ഒരു ദിവസം ഇത് തന്നെ ഭാഗ്യമാണ്, അതൊരു മാരത്തനാണ്. ഈ മാരത്തൺ നിങ്ങളെ ഭാഗ്യം നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. ഞാനിപ്പോൾ അത് ഓർത്തപ്പോൾ നിങ്ങളെ രണ്ടുപേരുടെയും കാര്യം പറയുകയാണ്. അപ്പം അച്ചടക്കമില്ലാത്തവർക്ക് വലിയ തുക പോലെ ലോട്ടറി അടിച്ചാൽ ഒരു കാര്യമില്ല. അപ്പോൾ ഇതേപോലെ ഡിസിപ്ലിൻ ആയിട്ട് ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അവരൊക്കെ ഭാഗ്യം കൊണ്ടുവരുന്നത്. പുറമേ കാണാൻ കഴിയില്ലെങ്കിലും ഭാഗ്യശാലികൾ പിന്തുടരുന്ന ചില ശീലങ്ങളൊക്കെ ഉണ്ട്. ഇവരൊക്കെ പിന്തുടരുന്ന ശീലങ്ങൾ നമുക്ക് പുറമേ നിന്ന് കാണാൻ പറ്റൂല, പക്ഷെ ഇവരൊരു ശീലങ്ങൾ പിന്തുടരുന്നുണ്ട്. എന്താണ്? വാഗ്ദാനം പാലിക്കലാണ് ഒന്നാമത്തെ കാര്യം. പറഞ്ഞ വാക്ക് പാലിക്കുന്നവർക്ക് സമൂഹത്തിൽ വലിയ വിശ്വാസ്യതയും മാന്യതയും ലഭിക്കുന്നു. അതാണ് പറഞ്ഞ വാക്ക് പാലിക്കുന്നത്. എ പ്രോമിസ് ഈസ് എ പ്രോമിസ്. മോഹൻജി എപ്പോഴും പറയുന്ന ഒരു വേർഡാണ്. ഈ വിശ്വാസ്യതയാണ് പിന്നീട് പുതിയ ബിസിനസ് അവസരങ്ങളും ഭാഗ്യങ്ങളുമായിട്ട് മാറുന്നത്.
ഇയാളുടെ മുകളിൽ ഒന്ന് കൊടുത്തേക്കാം. എടാ നീ ഒരു കാര്യം ചെയ്തു, ഇത് ചെയ്തോ. ഒരിക്കൽ പറഞ്ഞില്ലേ ഒരു വലിയൊരു ബിസിനസ്സുകാരൻ ഒരു കാറ് വേണമെന്ന് പറഞ്ഞപ്പോൾ നീ ഇത് കൊണ്ടുപോയിക്കൂടാ എന്ന് പറഞ്ഞില്ലേ? പൈസ ഒന്നും കൊടുക്കാതെ പിന്നീട് അത് അടച്ചു തീർത്തു എന്നാ പറയുന്നത്. ഇത് വിശ്വാസ്യതയാണ്. പലപ്പോഴും എല്ലാവരുടെയും ജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവും. പഠനശീലം മറ്റൊന്ന്, വാഗ്ദാനം പാലിക്കല് കഴിഞ്ഞാൽ പഠനശീലം. ദിവസവും കുറച്ച് സമയമെങ്കിലും വായനയ്ക്കോ പുതിയ കാര്യങ്ങൾ പഠിക്കാനോ മാറ്റിവെക്കുന്നവർക്ക് മറ്റുള്ളവർ കാണാത്ത സാധ്യതകൾ തിരിച്ചറിയാൻ കഴിയുന്നു എന്നാണ്. പലപ്പോഴും ഷാജി വിളിക്കുമ്പം ചേട്ടാ എനിക്ക് കുറച്ച് കാര്യങ്ങളൊന്നും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്, മറ്റു കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ സതീഷ് പറയും ഞാൻ ഇന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ഒരു ഡ്രൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരാളെ കാണേണ്ട ആവശ്യമുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ പഠനശീലത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ നോളജ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. 1% റൂൾ, 1% റൂൾ, ദ 1% റൂൾ. ഡാരൻ ഹാർഡി ഇതിനെ മറ്റൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ട് കോമ്പൗണ്ട് എഫക്റ്റില്. ഞാൻ പറഞ്ഞില്ല 1% വളർച്ച വളരെ സാവധാനത്തിലുണ്ടെന്ന് പറഞ്ഞാൽ 100% അല്ല, അത് 300% എന്നാണ്. ഇത് ഈ സക്സസ് ആയ ആളുകൾക്ക് അറിയാം. ചെറിയ മാറ്റങ്ങൾ, അങ്ങനെ കൊച്ചു കൊച്ചു മാറ്റങ്ങൾ ആശയവിനിമയത്തിൽ ദിവസവും 1% മാറ്റം അങ്ങനെ വരുത്താൻ ശ്രമിച്ചാൽ, ഉദാഹരണത്തിന് ഒരാളെ ശ്രദ്ധിച്ച് കേൾക്കുന്നത് ഒന്നുകൂടെ ശ്രദ്ധിക്കുക, പുഞ്ചിരിയോടെ സംസാരിക്കുക. ഗൗരവത്തിൽ സംസാരിക്കുന്ന പോലെ ഒരു അനക്കം മുന്നോട്ട് പോയിട്ട് ഒന്ന് പുഞ്ചിരിയോടെ സംസാരിക്കുക. ഓരോ ചെറിയ ശീലങ്ങളും 1 വർഷം കൊണ്ട് നിങ്ങളെ അസാമാന്യ വ്യക്തിത്വത്തിന് ഉടമയാക്കി മാറ്റും. വേറൊരാളായിരിക്കും. അതാ 100% അല്ല 300% വളർച്ച നിങ്ങൾ നേടും എന്ന് പറയുന്നത്. സ്ഥിരത, കൺസിസ്റ്റൻസി ഉണ്ട്. ഭാഗ്യം വരാൻ കാത്തു നിൽക്കാതെ നിങ്ങളുടെ പ്രകടനം ഏറ്റവും മികച്ച രീതിയിൽ നിലനിർത്തുകയാണ് വേണ്ടത്. ശരിയായ സമയത്ത് ശരിയായ വ്യക്തികളെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അതിനെ ലോകം ഭാഗ്യം എന്ന് വിളിക്കും. ശരിയായ സമയത്ത് ശരിയായ വ്യക്തി നിങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ കറക്റ്റ് ആളുടെ മുന്നിൽ വന്ന് വിടും. അവർ നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങും. അപ്പൊ നിങ്ങൾ അതിനെ ലോകം പറയും, ഓ ഭാഗ്യവാൻ, അവന് ഇന്ന ആളെ പരിചയപ്പെട്ടു, അവന് കിട്ടി എന്ന് പറഞ്ഞു. നിങ്ങളെ ഭാഗ്യമാക്കി മാറ്റാനുള്ള വഴികൾ എന്താ? നിങ്ങളുടെ ശീലങ്ങളെ മുൻഗണനകൾ നിശ്ചയിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം ചെയ്യുക. പ്രയോറിറ്റി ഉണ്ടാവണം. സമയം പാലിക്കുക. സമയനിഷ്ഠയുള്ളവർക്ക് പ്രപഞ്ചം കൂടുതൽ അവസരങ്ങൾ നൽകുന്നു. കാരണം അവർ സമയത്ത് കാര്യങ്ങൾ ചെയ്യുന്നു, തീർക്കുന്നു. അതുകൊണ്ട് അവർക്ക് സമയമുണ്ട്. അടുത്തത് ചെയ്യാനുള്ള ഏൽപ്പിക്കാനുള്ള പ്രപഞ്ചത്തിന് സമയമുണ്ട് എന്ന അർത്ഥത്തിലും കൂടെ അതിനെ കാണണം. സമയം വിലയിരുത്തൽ. ഓരോ ദിവസവും അവസാനം ഇന്ന് ഞാൻ ഭാഗ്യത്തിന് അർഹനായ രീതിയിലാണ് പ്രവർത്തിച്ചത് എന്നാണ്. ഓരോ ദിവസത്തിന്റെ അവസാനത്തില് ഇന്ന് ഞാൻ ഭാഗ്യത്തിന് അർഹനായ രീതിയിലാണോ പ്രവർത്തിച്ചത്? ഭാഗ്യത്തിന്റെ വഴിയിലാണോ? അല്ലയോ ഭാഗ്യമേ, നിനക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ തന്നെയാണോ ഞാൻ പ്രവർത്തിച്ചത്? ഇനി അല്ല, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടോ? എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഭാഗ്യമേ എന്ന രീതിയിലാണ് അവരുടെ പ്രവർത്തനം ഉണ്ടാവുക. അത് സ്വയം നമുക്ക് ചോദിക്കാൻ കഴിയണം എന്നാണ്. ഇതിന്റെ സാരം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ശീലങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വിധി അഥവാ ഡെസ്റ്റിനിയായി മാറുന്നത്. നിങ്ങളുടെ ശീലങ്ങളാണ്. ഇപ്പം യഥാർത്ഥത്തിൽ സതീഷ് സജീവ് രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂത്താട്ടുകുളത്ത് നിന്നാണ് വരുന്നത് എല്ലാ ദിവസവും. ഞാൻ ചോദിച്ചു എന്തിനാ ഈ കൂത്താട്ടുകുളത്ത് പോയി താമസിക്കുന്നത്? ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് പോരണ്ടേ? അപ്പൊ ഇദ്ദേഹം എനിക്ക് തോന്നുന്നത് ഇറങ്ങി പുറപ്പെടുക. പോരുന്ന വഴിക്ക് പല കാര്യങ്ങളും അദ്ദേഹത്തിന് ചെയ്യാനുണ്ട്. കാർ യാത്രക്കിടയിൽ അദ്ദേഹത്തിന് പല ബിസിനസ്സും പല ക്ലയൻസിനെയും വിളിക്കാനുണ്ട്, പല കാര്യങ്ങളുണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ട് ഒരു ശീലം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു ശീലത്തിന് ആക്റ്റീവാണ്, എപ്പോൾ നോക്കിയാലും ആക്റ്റീവാണ്, എവിടെയെങ്കിലും യാത്രകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം അച്ചടക്കത്തിന്റെ മറുപേരാണ് ഭാഗ്യം എന്നത്. ഡെഡിക്കേറ്റഡ് ആണ്, അച്ചടക്കമുണ്ട്, ഡിസിപ്ലിൻഡ് ആണ്. ഈ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള മറുപേരാണ് ഭാഗ്യം എന്നത്. അച്ചടക്കമുള്ളവന് ഓരോ ദിവസവും ഭാഗ്യമുള്ള ദിവസമാണ്. എന്നാണ് ഭാഗ്യമുള്ള ദിവസം? നമ്മൾ ഏതെങ്കിലും ഒരു ന്യൂമറോളജിസ്റ്റിനെയോ അല്ലെ മറ്റാരെങ്കിലെയോ ഒക്കെ കാണാൻ പോകുമ്പോൾ അവര് പറയുന്ന പോലെ ഏത് ദിവസമാണ് എന്റെ ഭാഗ്യദിവസം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഭാഗ്യദിവസം ഇന്ന് തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ ഭാഗ്യത്തിന്റെ നടുവിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അത് ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. ഭാഗ്യശാലികൾക്ക് ആ തിരിച്ചറിവ് ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പം യുവർ നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ്വർത്ത് എന്ന് പറയും. യുവർ നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ്വർക്ക്. നിങ്ങളുടെ ബന്ധങ്ങളാണ് നിങ്ങളുടെ എന്താ പറയുന്നത് സമ്പത്ത് എന്ന് പറയും. അപ്പൊ നിങ്ങളുടെ ബന്ധങ്ങളാണ് നിങ്ങളുടെ ആസ്തി എന്ന് പറയുമ്പോൾ അത് എന്താണെന്നും അത് എങ്ങനെയാണ് ബന്ധങ്ങളിലൂടെ ഭാഗ്യം നിങ്ങൾക്ക് കൊണ്ടുവരുന്നതെന്നും അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറയാം.